പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള ഒരു അവലോകനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ അതിൻ്റെ രൂപീകരണം മുതൽ ഇന്നുവരെ ഈ പാർലമെൻറ്റിനെ ആരൊക്കെ പ്രതിനിധീകരിച്ചു, ഏതെല്ലാം രാഷ്ട്രീയ കക്ഷികളാണ് പ്രതിനിധീകരിച്ചത്, അതോടൊപ്പം തന്നെ ആരെല്ലാമാണ് ജയിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് കാസർഗോഡ് മണ്ഡലത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1951 ഒന്നാം പാർലമെൻറ്റ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ആ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കാസർഗോഡ് മണ്ഡലം രൂപീകൃതമായിട്ടുണ്ടായിരുന്നു. അത് കണ്ണൂരിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ അന്ന് കണ്ണൂരിൽ മത്സരിച്ചത് AKG എന്ന AK ഗോപാലനാണ് മത്സരിച്ച് വിജയിച്ചത്. AK ഗോപാലൻ ഒന്നാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ണൂരിൽ നിന്നും MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 1956 കേരളം രൂപീകരിക്കുകയും സപ്ത നദികളുടെ പുണ്യഭൂമിയായിട്ടുള്ള കാസർഗോഡ് മണ്ഡലം രൂപീകൃതമാവുകയും കാസർഗോഡ് മണ്ഡലം 1957 തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ AK ഗോപാലൻ തന്നെയാണ് പാവങ്ങളുടെ പടത്തലവൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ നേതാവ് AK ഗോപാലനാണ് അവിടെ നിന്നും ആദ്യമായി പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് 1962 നടന്ന തെരഞ്ഞെടുപ്പിലും AK ഗോപാലൻ തന്നെ ആണ് അവിടെ മത്സരിച്ചത്. ഈ കാസർഗോഡ് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് ജനങ്ങൾ AK ഗോപാലനെ ഏകദേശം 80,000 പരം വോട്ടുകൾക്ക് അദ്ദേഹത്തെ അവിടെ നിന്ന് വിജയിപ്പിച്ചു. 1967 നടന്ന തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. 1957 1962 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരിക്കുമ്പോഴാണ് AK ഗോപാലൻ അവിടെ നിന്ന് മത്സരിച്ചതും ജനവിധി നേടിയതും എങ്കിൽ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുകയും CPI CPM എന്ന 2 പാർട്ടികൾ ആവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1967 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യൻ മാർക്സിസ്റ്റിന്റെ പ്രസ്റ്റേജ് ഒരു മത്സരം കൂടിയായിരുന്നു. അതും AK ഗോപാലനിലൂടെ കാസർഗോഡ് മാർക്സിസ്റ്റ് കോട്ടയാണ് എന്ന് പറയാൻ കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡിലെ ജനങ്ങൾ ഇതൊരു കമ്മ്യൂണിസ്റ്റിന്റെ ചുവന്ന കോട്ടയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 1,18,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അന്ന് AK ഗോപാലൻ എന്ന AKG പാർലമെന്റിലേക്ക് അയച്ചത് എന്ന് മാത്രമല്ല, കാസർഗോഡിന്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ഇന്നേ വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭൂരിപക്ഷത്തെ 1,18,000 ചില്ലാനും വോട്ടുകളെ മറികടന്നുകൊണ്ടുള്ള ഒരു ഭൂരിപക്ഷം ഇന്നും കാസർഗോഡിൽ നിന്ന് ആർക്കും നേടാനായിട്ടില്ല എന്നത് AKG എന്ന പാവങ്ങളുടെ പടത്തലവിന് കിട്ടിയ കാസർഗോഡിന്റെ ചുവപ്പൻ പിന്തുണയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ 1971 വന്നു. 1971 കാസർഗോഡ് നിന്ന് മത്സരിച്ചത് അന്നത്തെ പാലക്കാട് MP ആയിരുന്ന EK നായനാരാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. AK ഗോപാലൻ കാസർഗോഡ് MP ആയിരുന്ന AK ഗോപാലൻ പാലക്കാടിലേക്ക് മാറുകയും പാലക്കാട് MP ആയിരുന്ന EK നായനാർ കാസർഗോഡിലേക്ക് മാറുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഒരു ചരിത്ര നിയോഗം എന്ന പോലെ ഈ ചെങ്കോട്ടയെ തകർത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ അന്നത്തെ KSUവിന്റെ നേതാവായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ EK നായനാരെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. 1971 ഈ ചെങ്കോട്ട, കാസർഗോഡ് എന്ന ചെങ്കോട്ട ആദ്യമായിട്ട് കോൺഗ്രസിന്റെ പശുങ്കിടാവും എന്ന ചിഹ്നത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് വിജയിച്ചത്. പിന്നീട് 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ വിജയിച്ചു. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കെതിരെ മത്സരിച്ചത് M രാമണ്ണ റായ് ആണ്. 1980 ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവാണ് രാജ്യം കണ്ടത്. ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ്
വടക്കേ ഇന്ത്യയിലൊക്കെ വടക്കേ ഇന്ത്യയിലും കേരളത്തിലും വളരെയധികം ആഞ്ഞടിച്ചപ്പോൾ കാസർഗോഡ് CPM-നൊപ്പം നിന്നു. CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള M. രാമണ്ണ റായി ആണ് അവിടെ നിന്ന് വിജയിച്ചത്. CPM-നെതിരെ അവിടെ മത്സരിച്ചത് ഇന്ദിരാഗാന്ധി ആറും ജനതാ പാർട്ടിയും തമ്മിൽ ഒരു സഖ്യമുണ്ടായിരുന്നു. ആ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇന്നത്തെ BJP നേതാവായിട്ടുള്ള O. രാജഗോപാലാണ് അന്ന് ഇന്ദിരാ കോൺഗ്രസിന്റെയും ഇന്ദിരാ കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ സഖ്യകക്ഷിയായി കണ്ണൂർ മത്സരിച്ചത്. കണ്ണൂരിൽ നിന്നും O. രാജഗോപാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് M. രാമണ്ണ റായിയാണ് വിജയിച്ചത്. 1984 ഇന്ദിരാവധത്തിലൂടെ ഇന്ത്യ മുഴുവൻ സഹതാപ തരംഗത്തിലായിരുന്നു. ഈ സഹതാപ തരംഗത്തിൽ കാസർഗോഡ് ചെങ്കോട്ട തകരുകയാണ് ഉണ്ടായത്. കാസർഗോഡ് ചെങ്കോട്ടയിൽ നിന്നും E. ബാലാനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ട് I. രാമറായ് വിജയിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് ഈ I. രാമറായ് അവിടെ വിജയിച്ചത്. 1989 M. രാമണ്ണ റായും I. രാമറായും തമ്മിലാണ് മത്സരമായിരുന്ന. CPM-ന്റെ M. രാമണ്ണ റായി ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും കോൺഗ്രസിൽ നിന്ന് സീറ്റ് വീണ്ടും പിടിച്ചെടുക്കുകയുമാണ് ഉണ്ടായത്. 1991 രാജീവ് ഗാന്ധിയുടെ മരണം, അതുമൂലമുണ്ടായ സഹതാപ തരംഗം. ഈ സഹതാപ തരംഗത്തെ കേരളത്തിലും ആഞ്ഞടിച്ചുവെങ്കിലും കാസർഗോഡ് M. രാമണ്ണ റായ് ആണ് വിജയിച്ചത്. കോൺഗ്രസിന്റെ KC വേണുഗോപാലിനെയാണ് പരാജയപ്പെടുത്തിയത്. 1996 CPM തങ്ങളുടെ കോട്ട സംരക്ഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് T. ഗോവിന്ദനെയാണ്. T. ഗോവിന്ദനെതിരെ മത്സരിച്ചത് I. രാമണ്ണ റായ് ആണ്. പക്ഷേ വിജയിച്ചത് T. ഗോവിന്ദനാണ്. 1998 1999 T. ഗോവിന്ദൻ തന്നെയാണ് അവിടെ വിജയിച്ചത്. തോൽപ്പിച്ചത് ഖാദർ മാങ്ങാടിനെയാണ്. അങ്ങനെ ചുവപ്പ് കോട്ട സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. വീണ്ടും 2004 തെരഞ്ഞെടുപ്പ്. 2004 തെരഞ്ഞെടുപ്പിന് മുൻപ് T. ഗോവിന്ദൻ ഹാട്രിക് വിജയത്തോടുകൂടി T. ഗോവിന്ദനെ മാറ്റുകയും പിന്നീട് 2004 P. കരുണാകരനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി CPM നിർത്തുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ P. കരുണാകരൻ 2004 2009 2014 3 പ്രാവശ്യം അടുപ്പിച്ച് വിജയിപ്പിച്ച് ഹാട്രിക് വിജയത്തോടുകൂടി P. കരുണാകരൻ അവിടുത്തെ മത്സരം അവസാനിപ്പിച്ചുകൊണ്ട് 2019 സതീഷ് ചന്ദ്രൻ എന്ന CPM-ന്റെ മുതിർന്ന നേതാവിനെയാണ് ജനകീയ മുഖമായിട്ടുള്ള CPM-ന്റെ നേതാവ് KP സതീഷ് ചന്ദ്രനെയാണ് 2019 കാസർഗോഡ് നിർത്തിയത്. ഇത് നിർത്തുമ്പോൾ CPM-ന് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല. താങ്കളുടെ 1984 ശേഷം ഒരു പ്രാവശ്യം പോലും കോൺഗ്രസിനെ വിജയിപ്പിക്കാതെ ചെങ്കോട്ടയായി കാത്തുരക്ഷിച്ച തങ്ങളുടെ കോട്ട സംരക്ഷിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് മുതിർന്ന നേതാവും ജനകീയ മുഖവുമായ KP സതീഷ് ചന്ദ്രനെ അവിടെ മത്സരിപ്പിച്ചത്. എന്നാൽ കോൺഗ്രസ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൊല്ലത്തുകാരനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുകയും CPM-ന്റെ സകലവിധ പ്രതീക്ഷകളെയും ഞെട്ടിച്ചുകൊണ്ട് ഇലക്ഷൻ ഫലം വന്നപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ 1984 ശേഷം ആദ്യമായി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ ചെങ്കോട്ടയെ തകർത്തുകൊണ്ട് ഒരു ഗംഭീര വിജയം സമ്മാനിച്ചു എന്നതാണ് കാസർഗോഡിന്റെ ഇന്നുവരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന 2024 തെരഞ്ഞെടുപ്പിൽ എന്താകും സ്ഥിതി എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് സിറ്റിംഗ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ CPM-ന്റെ അവിടുത്തെ ജനകീയ മുഖവും അവിടുത്തെ തലമുതിർന്ന നേതാവുമായിട്ടുള്ള ബാലകൃഷ്ണൻ മാസ്റ്ററാണ്. അതോടൊപ്പം തന്നെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള
വനിതാ സ്ഥാനാർത്ഥിയെയാണ് BJP സ്ഥാനാർത്ഥിയായി ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. ഈ മത്സരത്തിൽ എന്തുണ്ടാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അപ്പോൾ ചെങ്കോട്ട പല പ്രാവശ്യവും കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ഒരു വലിയ വലിയ നേതാക്കന്മാരെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ ചെങ്കോട്ടയായി നിലനിർത്തുന്നതിന് വേണ്ടിയും ഈ കാസർഗോഡിൽ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡിലുള്ള തോൽവികളൊക്കെ ഒരുപാട് തോൽവികളും ഒരുപാട് വിജയങ്ങളും CPM-നും കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാസർഗോഡ് ഈ വർഷം ആരുടെ കൂടെ ചെങ്കോട്ട കാക്കാൻ മാസ്റ്റർക്ക് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. ഔട്ട്സ്പോക്കൻ വ്യൂവിൻ്റെ അടുത്ത മണ്ഡലത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്.